ആസാദി മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഫിന്നി യോഹന്നാൻ എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റർ ആരിഫ് ഹുസൈനുമായിട്ടുള്ള എൻ്റെ ആ ഒരു കോൺവെർസേഷൻ കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പുള്ളി സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു പ്രതികരണമാണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ ഈ ഒരു ഫിന്നി യോഹന്നാൻ വലിയൊരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പെന്തക്കോസ്തിലെ ഭൂരിപക്ഷ പാസ്റ്റർമാരെ കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി കുറെ കൂടെ വസ്തുതാപരമായും കാര്യമായിട്ടും എന്താണ് അവിടെ കാര്യം ഉന്നയിച്ചിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ്, ഇത് യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ കണ്ണുമടച്ചതിനെ ക്യാൻസൽ ചെയ്യുന്നതിന് പകരം ഒട്ടുമിക്ക പെന്തക്കോസ്തുകാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഞാൻ ഡിപ്രഷൻ, ആങ്സൈറ്റി അതുമുതലായ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അവർ പറയാറ് ഇവന് വട്ടാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ച് വെക്കാറുള്ളത്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പബ്ലിക്കലി അക്നോളജ് ചെയ്തപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാനത് സംസാരിച്ചത്. പക്ഷേ ഒട്ടനവധി ആളുകൾ ഇതേ ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളിവരുടെ ഈ ചാപ്പകുത്തലുകൾ പേടിച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മറ്റൊരാളെ സഹായിക്കാൻ ഇടയാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത്. എനിവേ, അങ്ങനെയുള്ള ചാപ്പകൾ അടിച്ച് നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഒരു വാലിഡിറ്റി ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കളയാതെ ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുണ്ടോ എന്ന രീതിയിലാണ് പുള്ളി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ചുരുക്കം ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പല കാര്യങ്ങൾ പുള്ളി പറയുന്നതിൻ്റെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ പുള്ളി സംസാരിക്കുന്നത് തന്നെ. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഫർദർ വീഡിയോയിൽ കാണിച്ചു തരാം. അതിലെ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. കംപ്ലീറ്റ് വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ചാനലിൽ തന്നെ, ആസാദി മലയാളം ചാനലിൽ പോയിട്ട് തന്നെ അത് കാണേണ്ടതുണ്ട്. ഒന്നാമത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിലാകെ എൻ്റെ പേര് പറയും, എക്സ് പെന്തക്കോസ്റ്റൽ എന്നൊരു ഐഡൻറ്റിറ്റിയും മാത്രം പറഞ്ഞതിന് ശേഷം പുള്ളി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ ചെറിയൊരു ഭാഗം മാത്രമേ എനിക്കതിൽ പ്രതികരിക്കണം എന്ന് തോന്നിയുള്ളൂ. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ മറ്റേ തലച്ചോറ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അയാളുടെ കൺട്രോളിൽ ഓടുന്ന സ്പ്രിങ് കൊടുത്ത് ഓടുന്ന പാവകളും നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് പാവകൾ മാത്രമാണ്, സ്വന്തമായി ചിന്താശേഷി ഇല്ലാത്ത, ക്രിട്ടിക്കലി ഒന്നിനെയും അനലൈസ് ചെയ്ത് കാണാൻ കഴിവില്ലാത്ത കുറച്ച് പാവകൾ മാത്രമാണ്. ഞാനും പെന്തിക്കോസ്റ്റിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാം. ഈ അരുൺ ഉമ്മൻ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് പെന്തിക്കോസ്റ്റിൽ നിന്ന് നേരിട്ടിട്ടില്ല. അല്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഡിപ്രഷനിലാകുന്നത് പോലെയോ വലിയ ഈ പെന്തക്കോസ്റ്റിനെ വെറുക്കത്തക്കവണ്ണമുള്ള അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. തിക്താനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ആളുകൾ നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മെ മുറിവേൽപ്പിച്ചെന്നിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഈ മൈൻഡ് കൺട്രോളിങ് ടെക്നിക്കൊന്നും എൻ്റെ മേൽ ആരും ഇന്ന് വരെ പെന്തക്കോസ്റ്റിൻ്റെ അകത്ത് ഉപയോഗിച്ചതായിട്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടുമുക്കാൽ പെന്തക്കോസ്ത് കുഞ്ഞുങ്ങളുടെയും അനുഭവം അതാണ്. ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പുള്ളിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, ഒട്ടുമിക്ക ആളുകളുടെയും അനുഭവം അത് തന്നെയാണ്. ഒട്ടുമിക്ക ആളുകളുടെയും അനുഭവം അങ്ങനെയല്ല. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമുള്ള ഒത്തിരി വ്യക്തികൾ എന്നെ സ്ഥിരമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ പയ്യെ അവർ റെഡി ആകുമ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നതുമായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, പുള്ളിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാതിരിക്കാം. എവിടെ ജനിച്ചു വളരുന്നു, അവരുടെ സാമ്പത്തികാവസ്ഥ, അവർ പോകുന്ന സഭ, അങ്ങനെയുള്ളതിനെയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ജനിച്ച് വളരുന്നവരാണെങ്കിൽ, വലിയ സിറ്റികളിലാണെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ അവർ മിങ്കിൾ ചെയ്തേ പറ്റൂ. അവർ വൺ വേ ഓർ അനദർ ഉറപ്പായും അത് മിങ്കിൾ ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് ഇത്രയും തീവ്രത അനുഭവിക്കേണ്ടി വരത്തില്ല. കാരണം പുറം ലോകവുമായി കുറെ കൂടെ ബന്ധമുണ്ടാവും. കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ടാണ് പെന്തക്കോസ്തുകാരുടെ ഇപ്പോഴത്തെയും ജീവിതം. എനിവേ, ഇതിലെ കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട്. അത് ഈ മൂന്നാമത്തെ പാർട്ടിലെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ് കൂടെ കണ്ടു കഴിയുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. അരുൺ ഉമ്മൻ പറഞ്ഞ ആ ഒരു വാദങ്ങൾ, താൻ പെന്തക്കോസ്തിൽ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പാസ്റ്റർമാർക്ക് നമ്മുടെ ലൈഫിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഇത്രയും അധികം പേഴ്സണൽ ലൈഫിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക അവരുടെ കയ്യിലാണ്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ മറ്റേ തലച്ചോറ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അയാളുടെ കൺട്രോളിൽ ഓടുന്ന സ്പ്രിങ് കൊടുത്ത് ഓടുന്ന പാവകളും നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് പാവകൾ മാത്രമാണ്, സ്വന്തമായി ചിന്താശേഷി ഇല്ലാത്ത, ക്രിട്ടിക്കലി ഒന്നിനെയും അനലൈസ് ചെയ്ത് കാണാൻ കഴിവില്ലാത്ത കുറച്ച് പാവകൾ മാത്രമാണ്. ഒരു പെന്തിക്കോസ്റ്റൽ സഭയും അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷൻ, ആളുകളെ അടിമകളാക്കി നിർത്തുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഒരുപക്ഷെ അതൊരു ചെറിയ കൂട്ടമായിരിക്കാം, മുഖ്യധാര സഭകളൊന്നും ആകുകയില്ല, ഒരു ഇൻഡിപെൻഡന്റ് കൂട്ടമായിരിക്കാം. പുള്ളി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. മെയിൻ സ്ട്രീം സഭകളിൽ അങ്ങനെ കാണത്തില്ല. ഇൻഡിപെൻഡൻറ്റ് സഭകളിൽ വല്ലയിടത്തും ചുരുക്കം ചിലയിടത്തൊക്കെ ഉള്ളായിരിക്കും. മെയിൻ സ്ട്രീം സഭകളുടെ കാര്യമാണ് ഞാൻ പ്രധാനമായും എല്ലായിടത്തും സംസാരിക്കുന്നത്. മെയിൻ സ്ട്രീം സഭകളായ, എനിക്ക് സഭകളുടെ പേര് പറയാനും പേടിയില്ല, IPC, TPM, AG, ചർച്ച് ഓഫ് ഗോഡ്, അതേപോലെയുള്ള മെയിൻ സ്ട്രീം സഭകൾ പാരമ്പര്യമായി വർഷങ്ങളായി ഇൻ്റർനാഷണലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സഭകളെയും കുറിച്ച് തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ലോക്കൽ സഭകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സഭകളെക്കുറിച്ചോ അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പുള്ളി ആദ്യം കുറച്ച് സ്ഥലത്തൊക്കെ പറഞ്ഞിരുന്നു, ഈ മറ്റുള്ള മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവം കൊണ്ടൊക്കെ പലരും മർദ്ദപിച്ചു പോകുന്നു എന്നൊരു രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി എനിക്കങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല.
ഒരു മനുഷ്യനിൽ നിന്നും എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായും എൻ്റെ പ്രിവിലേജ് കൊണ്ടാണ്. ഞാൻ വന്ന ഫാമിലി, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉള്ള പ്രിവിലേജ് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാതിരുന്നത്. ഇപ്പോൾ ജാതീയമായ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒത്തിരി പേര് അതിനകത്തുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ പുരുഷനെന്ന നിലയിൽ, അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന പരമ്പരാഗത ക്രിസ്ത്യാനി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, കുടുംബമഹിമ, ഇങ്ങനെ പല കാര്യങ്ങളുടെയും പേരിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും മറ്റ് തലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പെന്തക്കോസ്ത് പോലെയുള്ള അതിതീവ്ര വിശ്വാസം ഉപേക്ഷിക്കുന്ന എല്ലാ എക്സ് വിശ്വാസികളും കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: തിക്താനുഭവം കൊണ്ട് നമ്മൾ ദൈവത്തെ മറുതപിച്ചു പോകരുത്, അല്ലെങ്കിൽ മനുഷ്യരെ നോക്കണോ, നമ്മൾ ദൈവത്തെ മാത്രം നോക്കിയാൽ പോരെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, സത്യം പറഞ്ഞാൽ എനിക്ക് പല സംശയങ്ങളും തോന്നിയിട്ട് ഞാൻ ബൈബിൾ എടുത്ത് സ്വമനസ്സോടെ എൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഞാനൊന്ന് വായിച്ച് നോക്കി. കോമൺ സെൻസ് കൊണ്ട് അതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഈ സാധനം മനുഷ്യന്മാർ വെറുതെ എഴുതി കൂട്ടിയൊരു സാധനം മാത്രമാണ്. ദൈവം എന്ന് പറയുന്ന, അറ്റ്ലീസ്റ്റ് മതങ്ങളിൽ പറയുന്ന, അത് ഏത് മതമായിക്കോട്ടെ, പ്രത്യേകിച്ചും ഞാൻ വായിച്ചു നോക്കിയത് ബൈബിൾ ആയതുകൊണ്ട് ഈ ബൈബിളിൽ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പെന്തക്കോസ്ത് വിട്ടത്. കൃത്യമായും ആദ്യം ബൈബിൾ വായിച്ചു നോക്കി ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വെറുതെ അവിടെ പോയിരുന്ന് കൈയും കൊട്ടി എനിക്ക് കോപ്രായം കാണിക്കാൻ താല്പര്യമില്ല, എൻ്റെ സമയം നഷ്ടമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ആ സാധനത്തിൽ പിന്നീട് പോകാതായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് തിക്താനുഭവം എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിനെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കരുത് ആരും തന്നെ. എന്തായാലും പുള്ളി ഇവിടെ മെയിൻ സ്ട്രീം സഭകളിലൊന്നും ഇങ്ങനെ കാണില്ല എന്ന് പറയുന്നതിനെ നേരെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതാണ് ഫർദർ പുള്ളി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അവിടേക്ക് പോകുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡത്തെ നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ മതം അടിമയാക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എങ്കിൽ, നിങ്ങൾക്കിത് ശരിയാണോ ഇത് തെറ്റാണോ എന്ന് നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, നിങ്ങൾ സാധാരണ വിശ്വാസിയെ നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ അനുവാദമില്ല, വിശ്വസിച്ചോണം എന്ന് പറയുന്നതാണെങ്കിൽ, അത്തരത്തിലുള്ള അന്ധവിശ്വാസികൾ ആക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ തരത്തിൽ നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക്, ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് എന്നോട് കൂടെ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നൊരു പാസ്റ്റർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹ ദിവസം ഇടുന്ന ഡ്രസ്സിൻ്റെ നിറം ഇതൊക്കെ നിശ്ചയിക്കുന്നത് പാസ്റ്ററാണെങ്കിൽ, ഇതൊക്കെ പലയിടത്തും ഇങ്ങനെയുള്ള അമിതമായ ഈ ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ തിരിച്ചുകൊണ്ടുള്ള പല പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അമിതമായ മാനിപ്പുലേഷൻസ് ആണത്. അത് അപകടകരമാണ്. അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സഭകളെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കൾട്ടി നേച്ചറുള്ള സഭകളെന്നാണ്. അതിൽ നിന്ന് ദൂരെ നിൽക്കുന്നതാണ് നല്ലത്. ഇവരുടെ കൺട്രോളുകൾ എങ്ങനെയാണ് കൃത്യമായും വർക്കാകുന്നത്, അതിനുള്ള വ്യത്യസ്തമായ എക്സാമ്പിളുകളും പല വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിവേ വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പുള്ളി പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുള്ള ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ ഇവിടെ പറയും. പെന്തക്കോസ്തുകാരുടെ കല്യാണത്തിന് ആ ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പല പാസ്റ്റർമാരുടെയും കുത്തുപ്രസംഗം നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ആ വരനോ വധുവോ ഇട്ടിരിക്കുന്ന തുണിയുടെ ഇറക്കവും മുറുക്കവും ഒതുക്കവും അതിൻ്റെ നിറവും, ഇനി അതുമാത്രമല്ലാതെ അവർ ധരിച്ചിരിക്കുന്ന മേക്കപ്പിനെ കുറിച്ചുമൊക്കെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അവരെ അപമാനിക്കുന്ന ആ വ്യക്തികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം അവരെ അപമാനിക്കാനായിട്ട് ഇവർ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവം അല്ലാതെ ഒട്ടനവധി വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. യൂട്യൂബിൽ വന്നിട്ടുള്ള വീഡിയോസ് റിയൽ ലൈഫിൽ നടക്കുന്നതിനെ ബന്ധിച്ച് നോക്കുമ്പോൾ എത്രത്തോളം കുറവായിരിക്കും എന്ന കാര്യവും ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അതായത് ഞങ്ങളാണ് ആബ്സല്യൂട്ട് സത്യം എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നാം അവരെ ഡൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആബ്സല്യൂട്ട് സത്യം പഠിപ്പിക്കുന്നവർ ആരുമില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ക്ലെയിംസ് തന്നെ അപകടകരമാണെന്ന് നാം മനസ്സിലാക്കുക. എന്താ ഇപ്പോൾ പറയുക, ഫിന്നി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അബ്സല്യൂട്ട് ട്രൂത്ത് നമ്മളാണ്, അല്ലെങ്കിൽ അതിന് പുറത്ത് നിൽക്കുന്നവരെല്ലാം തെറ്റാണ്, നമ്മൾ പറയുന്നതേ ഉള്ളൂ ശരി എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണെന്ന് പുള്ളിക്കാരൻ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഞാൻ എടുത്തു പറയണോ അബ്സല്യൂട്ട് ട്രൂത്ത് ഞങ്ങളാണ് എന്ന് ആരാണ് അവകാശപ്പെടുന്നതെന്ന് ഞാനായിട്ട് പറഞ്ഞതെന്ന് ആരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മാത്രം വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളും ബാക്കിയുള്ളവർ ജാതികൾ, പാപികൾ, സമുദായക്കാർ എന്ന് വേണ്ട ഏതെല്ലാം പേരിട്ട് അവരെ മാറ്റി നിർത്തി നമ്മൾ അബ്സല്യൂട്ട് ശരിയായി മാറുന്നത് ആരാണ്? യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഇവർ സന്തോഷിക്കുക. കാരണം ഈ യുദ്ധങ്ങളൊക്കെ വേദോസത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തിയാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന്
ഹർമഗദോൻ യുദ്ധം വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ഫാക്റ്റ് പറഞ്ഞേ മതിയായുള്ളൂ. അതായത് ഈ അടുത്ത സമയങ്ങളിൽ ഈ അധികാല സംഭവങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കുന്ന കുറേ പ്രസംഗങ്ങളുണ്ട്. അവരെല്ലാം ഇപ്പം ട്രംപ് ഇപ്പം താരീഫ് കൂട്ടിയാൽ ഉടനെ അതിനെ വേദോസമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ട്രംപ് അങ്ങോട്ടൊന്ന് പോയാൽ ഉടനെ അത് വേദോസ്ത പ്രവചനം നിവർത്തീകരിച്ചെന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത്തരം പ്രസംഗങ്ങൾക്ക് കയ്യടി നല്ലവണ്ണം കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഒരു ഭയത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, ആ പുള്ളിക്കാരുടെ പ്രസംഗം കേട്ടാൽ എൻ്റെ തല പെരുക്കുന്നു. മറ്റൊന്നുമല്ല കേട്ടോ, ഈ അധികാല സംഭവങ്ങൾ അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞ് 666 ആൻറ്റിക്രൈസ്റ്റ് ഭരിക്കാൻ പോകുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ അങ്ങ് ഭയങ്കര ആങ്സൈറ്റിയിലേക്ക് നടത്തുക. പലരും ആങ്സൈറ്റിയിലാണ് കേട്ടോ. എത്രയോ പേര് എന്നെ വിളിക്കുന്നതെന്ന് അറിയാമോ, ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്ര ഏറ്റാൽ എന്ത് സംഭവിക്കും, ഞാനങ്ങനെ അബദ്ധത്തിൽ ഏറ്റിട്ടുണ്ടോ, പിന്നെ കോവിഡ് വാക്സിൻ എടുത്തത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്രയാണോ, പിന്നെ ഈ ചിപ്പ്, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു, ഈ ചിപ്പിൻ്റെ കാര്യം പാസ്റ്ററെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം, എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, നമ്മളാരെങ്കിലും ചിപ്പ് എടുത്തിട്ടുണ്ടോ. ഒരാൾ എന്നോട് ചോദിച്ചത്, ഈ മൊബൈലിനകത്ത് കിടക്കുന്ന സിം കാർഡ് അത് ഒരു ചിപ്പല്ലേ പാസ്റ്ററെ, അത് 666. പിന്നെ ഒരാൾ ചോദിച്ചാൽ എൻ്റെ ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് അതിനകത്തൊരു ചിപ്പുണ്ട്, അത് ഈ 666 ഒക്കെയാണ്. ഞാൻ ഇവരെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു, നിങ്ങളിതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ വളച്ചൊടിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു പരത്തുകയാണെന്ന് മാത്രമല്ലേ നിങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസികൾ പറയത്തുള്ളൂ. ഒരു പാസ്റ്ററാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. പുള്ളിയോട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പുള്ളിയോട് സംസാരിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെ കയ്യിലും സർവ്വസാധാരണമായി കാണുന്ന സിം കാർഡ്, ATM കാർഡ്, അതേപോലെ തന്നെ വാക്സിൻ എടുക്കുക, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ 666 ചിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള പഠിപ്പീരുകൾ ഇതിൽ സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട്. ആധാർ വന്ന സമയത്ത് അത് അന്തിക്രിസ്തുവിൻ്റെ മുദ്രയാണ്, അത് എടുത്തു കഴിഞ്ഞാൽ എടുക്കപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പഠിപ്പിക്കലുകൾ വളരെ സർവ്വസാധാരണമായിരുന്നു മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ. ഞാൻ മെയിൻ സ്ട്രീമിനെ തന്നെയാണ് പറയുന്നത്. കാരണം 25 ലക്ഷത്തോളം എന്തോ പെന്തക്കോസ്തുകാരുണ്ടാവും ഇന്ത്യയിലെന്ന് ഒരു IPC പാസ്റ്റർ ഇടയ്ക്ക് സംസാരിക്കുന്ന കണ്ടു. പുള്ളിക്കാരൻ ആ പറഞ്ഞതിൽ ആ 25 ലക്ഷത്തിൽ 3/4% കൂടുതലും ഈ മെയിൻ സ്ട്രീം സഭകളിൽ ഉള്ള വ്യക്തികളാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഫിന്നി ഇവിടെ ഇത്രയും ബോധത്തോടും വിവരത്തോടും കൂടി പെന്തക്കോസ്തുകാരനായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനും കൃത്യമായ ഒരു കാരണമുണ്ട്. അത് പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾക്ക് പിന്നീട് കേൾക്കാൻ സാധിക്കും. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. റാപ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അതായത് കർത്താവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് മടങ്ങിവരവിൽ ഞാൻ എടുക്കപ്പെടുമോ ഇല്ലയോ എന്ന ഭയത്തിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് പേടിയാ, കർത്താവ് വരും, ഞാൻ പോകത്തില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? അപ്പോൾ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, നീ അങ്ങനെയൊന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല കേട്ടോ, നീ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ നീ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ്. അങ്ങനെ പരിശ്രമിച്ച് അവസാനം ആകെപ്പാടെ ക്ഷീണിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ഞാൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ലേ എന്ന് ഭയപ്പെട്ട് കഴിയുന്നത്. ഞാൻ എടുക്കപ്പെടുന്നത് എൻ്റെ വർക്ക് കൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ കൃപ പ്രസംഗിക്കാതെ, ഗ്രേസ് പ്രസംഗിക്കാതെ, വർക്ക് മാത്രം പ്രസംഗിക്കുന്ന സഭകളിൽ ഈ ഇപ്പോൾ അരുണ് പറഞ്ഞതുപോലെയുള്ള ഈ പറഞ്ഞ റാപ്ചർ ആങ്സൈറ്റി, അന്ത്യകാല സംഭവങ്ങൾ കേൾക്കുമ്പോഴുള്ള ഭയം, ഇതെല്ലാം ഉണ്ടാകും. ബഹുഭൂരിപക്ഷം പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി എന്തുകൊണ്ട് ഇച്ചിരി വിവരത്തോടും ബോധത്തോടും കൂടി സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ഇതാണ്: ഗോസ്പൽ ഓഫ് ഗ്രേസ്, കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ടാണ്. ഈ ഗോസ്പൽ ഓഫ് ഗ്രേസും ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റിയും ഒക്കെ കേരളത്തിലെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു മൈനോറിറ്റിയാണ്. മെയിൻ സ്ട്രീം ചർച്ചുകളൊന്നും ഇതിനെക്കുറിച്ച് അല്ല പഠിപ്പിക്കുന്നത്. അവരുടെ കൃത്യമായ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടേ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഈ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ മെയിൻ സ്ട്രീം ചർച്ചുകളിലെല്ലാം അവർ ഈ ഭീഷണി അല്ലെങ്കിൽ ഈ ഭയപ്പെടുത്തലിനെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അവരുടെ വിശ്വാസികളെ നിലനിർത്തുന്നതും അവരെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ വ്യക്തമായി പറയുന്നു, മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. കൃപയുടെയും സമൃദ്ധിയുടെയും സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നവരെ കുറിച്ച് മറ്റുള്ള മെയിൻ സ്ട്രീം പെന്തക്കോസ്തുകാർ തന്നെ പറയുന്നത് അവന്മാരൊന്നും പെന്തക്കോസ്തുകാരൊന്നും അല്ല, വെറുതെ യേശുവിൻ്റെ നാമം എടുത്ത് ദൈവനാമം ദുഷിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെല്ലാം ദുരുപദേശകന്മാരാണ് എന്നൊക്കെയാണ് നമ്മുടെ മെയിൻ സ്ട്രീം പെന്തക്കോസ്തുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ബോധത്തോടുകൂടി സംസാരിക്കാൻ പറ്റുന്നതും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടാണ് ഈ വ്യക്തി, അരുൺ എന്ന വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നോക്കാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും പുള്ളിക്ക് സാധിക്കുന്നത് പുള്ളി ഈ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ സന്തോഷം പാപമാണെന്ന് ചിന്തിക്കുന്നവരാണ്. എന്തോ ആത്മീയമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ചിലർ ചിന്തിക്കുന്നത് ഈ സന്തോഷിക്കുന്നത് പാപമാണെന്ന്. നമ്മുടെ ഒരു പ്രത്യേക ഒരു ചിന്താഗതിയാണ് കേട്ടോ. അതായത് ഒരാൾ ബർത്ത്ഡേ ആഘോഷിച്ചാൽ പറയും, ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പാപമാണ്. ന്യൂ ഇയർ മീറ്റിങ്ങിന് ഒന്ന് സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ അടിച്ചൊരു പുതിയ വർഷം തന്നതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ കുറേ വലിയ ഭക്തന്മാർ വന്നിട്ട് പറയും, ന്യൂ ഇയർ ഒന്നും ആഘോഷിക്കാൻ പാടില്ല കേട്ടോ, അത് പാപമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കണം അല്ലേ? അതായത് ചർച്ച വരുമ്പോൾ അവർ സന്തോഷിക്കുന്ന സമയമായി തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ചെന്നപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ എല്ലാവരും നിങ്ങളൊന്ന് ചിരിക്കുക, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നു. അവരുടെ ചിന്ത ഈ ദൈവസന്ധി വന്നാൽ ഇങ്ങനെ പേടിച്ചിരിക്കണമെന്ന്, ഭയപ്പെട്ടിരിക്കണമെന്ന്, അതായത് മുഖത്തൊക്കെ ഇങ്ങനെ ഭയം പ്രകടമാക്കണം. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പുള്ളിയുടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നില്ല, അതൊക്കെ പോട്ടെ, ഒരു സ്പിരിച്വൽ കാര്യമാണ്. ദൈവം ഇറങ്ങുന്നിടത്ത് നമ്മൾ ഇച്ചിരി റെസ്പെക്റ്റോടെ ഇരിക്കണം എന്നങ്ങ് വെച്ചോട്ടെ. ഞാനൊരു കല്യാണത്തിന് എക്സാമ്പിളായിട്ട് എടുക്കാം. കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വളരെ സന്തോഷം ഉണ്ടാകേണ്ട ഒരു നിമിഷമാണ്. നിങ്ങൾ വെറുതെ കേരള പെന്തക്കോസ്റ്റൽ വെഡ്ഡിങ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 3-4 മണിക്കൂറുള്ള നീണ്ട പ്രസംഗമാണല്ലോ. അപ്പോൾ 3-4 മണിക്കൂറുള്ള
ഈ സർവീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടൈം ലൈൻ എവിടെ വേണേലും ഓടിച്ചൊന്ന് വെച്ച് നോക്കിക്കോളൂ. ആ പാസ്റ്റർ തമാശ പറയുന്നിടത്തല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ചിരിക്കുന്നുണ്ടോ? ആ സ്റ്റേജിലിരിക്കുന്ന പാസ്റ്റർമാരായിക്കോട്ടെ, പെണ്ണിനെ ചെറുക്കനെ ഒരു സൈഡിൽ മൂലയ്ക്ക് മാറ്റി ഇരുത്തിയിട്ടുണ്ടായിരിക്കും. സ്റ്റേജ് നിറച്ച് ഈ പാസ്റ്റർമാർ കയറി കടാക്കടിയന്മാർ കയറി ഇരുന്നിട്ട് ആ മൂലയ്ക്ക് എവിടെയെങ്കിലും ആ പെണ്ണിനെയും ചെറുക്കനും ഉണ്ടെങ്കിൽ ആ പെണ്ണും ചെറുക്കനും ഏതെങ്കിലും ഒരു നിമിഷം ചിരിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഇനി ചെറുക്കനും പെണ്ണും അല്ലാതെ അവരുടെ ബന്ധുക്കളായിക്കോട്ടെ, വന്നവർ സ്വന്തം മിത്രാദികളൊക്കെ ഇരിക്കുന്നിടത്ത് ക്യാമറ പാൻ ചെയ്യുമ്പോഴത്തേനും നോക്കുക അവരാരെങ്കിലും ചിരിക്കുന്നുണ്ടോ. ഒരിക്കലും നമുക്ക് സന്തോഷിച്ച മുഖങ്ങൾ ഇവരുടെ കല്യാണത്തിന് പോലും കാണാൻ സാധിക്കത്തില്ല. ഇതെനിക്ക് വ്യക്തമായിട്ടും മനസ്സിലായത് ലാസ്റ്റ് 2025 ഡിസംബർ 31 ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ പാർട്ട്ണറിൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ ആ ഒരു കല്യാണത്തിന് ഇവിടുത്തെ സ്വീഡിഷ് ചർച്ചിലാണ്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. അവിടെ പോയപ്പം പള്ളിയിൽ അമ്മയാണ്, അവിടെ പള്ളിയിൽ അച്ഛനല്ല, പള്ളിയിൽ അമ്മയാണ്. അപ്പോൾ പള്ളിയിൽ അമ്മ ആ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ കംപ്ലീറ്റ് ടൈം ആ തുടക്കം മുതൽ അവസാനം വരെ അവർ ചിരിച്ചൊരു പ്ലസൻറ്റ് മുഖത്തോടു കൂടിയാണ് ആ ഒരു സർവീസ് നടത്തിയത്. അവർ മാത്രമല്ലാതെ ആ ചെറുക്കനും പെണ്ണും ആയിക്കോട്ടെ, അവിടെ വന്നിരിക്കുന്നവരായിക്കോട്ടെ, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ്. അവസാനം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആ പള്ളിയിലമ്മ എടുക്കുക ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയാണോ സർവീസ് നടത്തുന്നത്? കംപ്ലീറ്റ് ടൈം ഇങ്ങനെ ചിരിച്ച ഒരു പ്ലസൻറ്റ് മുഖത്തോടു കൂടിയാണോ നിങ്ങൾ ഈ പ്രാർത്ഥനക്കാരെ? അതെ, അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെ ഞാനും പക്ഷേ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വാർ റൂംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. അവിടുത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ജനറൽ മേജറും അങ്ങനെയുള്ളവരെല്ലാം കൂടിയിരുന്നിട്ട് സീരിയസ് ആയിട്ട് ചർച്ച നടത്തുന്നത്. അതുപോലെയാണ് ഈ പെന്തക്കോസ്തുകാരുടെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. പെന്തക്കോസ്റ്റൽ വെഡ്ഡിംഗ് ഒക്കെ ചിരിച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് അതിലൊക്കെ കാണാൻ സാധിക്കുന്നത് റിസപ്ഷനൊക്കെ ആകുമ്പോഴാണ്. ഈ കല്യാണത്തിൻ്റെ ഇവരുടെ പ്രാർത്ഥനയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പാസ്റ്റർമാർ പോയി കഴിയുമ്പോൾ എന്ന് വളരെ വ്യക്തമായിട്ടും പറയണം. ഒരു കല്യാണത്തിന് ഇങ്ങനെയാണെങ്കിൽ മറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന് പറയേണ്ടതുണ്ടോ? ഇവരുടെ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഘടാഘടിയനായ ഭീകരനായ കടിക്കുകയും പിച്ചുകയും മാന്തുകയും നരകത്തിലിട്ട് പൊരിക്കുകയും ചെയ്യുന്ന ഒരു ഭീകരനായ ദൈവം, അതിനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1-2 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കടാകടിയും വന്നു കഴിഞ്ഞാൽ ആരാണ് സന്തോഷത്തോട് ഇരിക്കാൻ സാധിക്കുക? പിന്നെ ഈ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പോരാട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചില ഇഷ്യൂസ് ഉണ്ടായപ്പോൾ എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു പ്രശ്നമാണ് കേട്ടോ. എല്ലാം പോരാട്ടമല്ല, പോരാട്ടമുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പിന്നിലും പിശാചിൻ്റെ പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങ് സ്പിരിച്വലൈസ് ചെയ്ത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട കെയർ കൊടുക്കാതെ വരുമ്പോൾ ഈ അരുണിനെ പോലുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തിരിച്ചറിയുന്നു ഈ കാലത്ത് കുറച്ചുകൂടെ ബുദ്ധി വേണം. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി പിച്ചും പേയും പറയുന്നു. നമ്മുടെ പ്രവാചകന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഇത് ഭൂതബാധയാണെന്ന് പറഞ്ഞാൽ തല കൈവച്ച് വിളിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ലേറ്റർ പാർട്ടിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്, സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇതേപോലെ പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഭൂതബാധയാണെന്ന് പറഞ്ഞ് നമ്മുടെ പാസ്റ്റർമാരും പ്രവാചകന്മാരും എല്ലാവരും കൂടെ ഇവരുടെ തലയിൽ കൈവച്ച് ആട്ടി പായിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ സാത്താൻ്റെ കർത്തകരം ഉണ്ടെന്നതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ കഴിയത്തില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് പലയിടത്തും പലർക്കും കെയറിൻ്റെ ആവശ്യമുണ്ട്. എല്ലാം സാത്താന്യമല്ല, പലതും എന്താണെന്ന് നോക്കി കാണേണ്ടതുണ്ട്. ഇത്രയും മാത്രമല്ലാതെ വളരെയധികം കാര്യങ്ങൾ ഇതിൽ തന്നെ പല സബ് ടോപ്പിക്ക് ഓരോന്നായിട്ട് കാറ്റഗറൈസ് ചെയ്ത് സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. എനിവേ ഫർദർ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഈ ഫിന്നി യോഹന്നാനെ പോലുള്ള തലയ്ക്ക് വെളിവും വിവരവും ഒക്കെ ഉള്ള മനുഷ്യരായി കാണാൻ പറ്റുന്ന പാസ്റ്റർമാരൊക്കെ പെന്തക്കോസ്ത് സമൂഹത്തിൽ വളരെ മൈനോറിറ്റിയാണ്. ഇവരെ തന്നെ മെയിൻ സ്ട്രീം ചർച്ചക്കാർ യാതൊരു വിധത്തിലും അംഗീകരിക്കാറില്ല. പാർട്ട് 2 വീഡിയോയിലാണെന്ന് തോന്നുന്നു പുള്ളിയെ കള്ളൻ എന്നൊരു അഭിസംബോധന ചെയ്യുന്ന ഒരു കാര്യം നമ്മളവിടെ കണ്ടു. അതിലെ TPമാരുടെയൊക്കെ കമൻസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അത് തന്നെ മതി നമുക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പെന്തക്കോസ്ത് അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗം കൾട്ടാണ്, അതിൽ ഏറ്റവും വലിയ കൾട്ട് TPM ആണ് എന്ന കാര്യമൊക്കെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ടോക്സിസിറ്റിയുടെയും കൾട്ടിഷ് ബിഹേവിയറിൻ്റെയും കാര്യത്തിൽ ഈ ഒരു കൃപയുടെ സുവിശേഷത്തിനെയും മെയിൻ സ്ട്രീം പെന്തക്കോസ്തിനെയും ഈ പ്രവൃത്തി അടിസ്ഥാനമായിട്ടുള്ള മെയിൻ സ്ട്രീം പെന്തക്കോസ്തിനെയും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു തരത്തിലും ഒരു സാമ്യതയും തോന്നാത്ത ടൈപ്പ് ഓഫ് ഐഡിയോളജീസ് ആണ്. പെന്തക്കോസ്ത് എന്ന് ഇവർ തന്നെ പേരിട്ട് പറയുന്നെങ്കിലും മെയിൻ സ്ട്രീം പെന്തക്കോസ്തുകാർ ഇവരെ പെന്തക്കോസ്തുകാരായി പോലും അംഗീകരിക്കാറില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല പാസ്റ്റർമാരുടെ പ്രസംഗം എടുത്തു വെച്ച് കാണിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖരായ, ഈവൻ ഇൻ്റർനെറ്റിൽ പോലും ഏറ്റവും പ്രമുഖരായ അനിൽ കൊടിത്തോട്ടം, ചേസ് ജോസഫ് എന്നവരുടെയൊക്കെ പ്രസംഗത്തിൽ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ എത്രയും വിവരശൂന്യമായിട്ടാണ് അവരതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിന്നി യോഹന്നാൻ എന്ന വ്യക്തി കൃത്യമായിട്ടും വലിയ രീതിയിൽ അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.